കേരളത്തിൽ ഇന്നലെ പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡിയാണ് റെയ്ഡ് നടത്തിയതെങ്കിലും പണി മുഴുവൻ വി ഡിക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ മറ്റൊരു വിഷയം, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രൊഫൈലുകളെല്ലാം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അയ്യോ അതെ, പൂക്കി സി എം ചിരിക്കുന്നില്ല, പൂക്കി സി എം പിണങ്ങിയോ, പൂക്കി സി എമ്മിൻ്റെ വായടഞ്ഞു പോയോ. കാരണം കഴിഞ്ഞ ഈ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇ ഡി റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഒരു വാക്ക് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം വാ തുറക്കാത്തത്? ഇപ്പോൾ എല്ലാവരും ആരോപിക്കുന്നത് പോലെ വി ഡി സതീശൻ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നു, തിരിച്ചു വന്നതിന് ശേഷം ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ വി ഡി സതീശനോ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു കുറേ ടാക്സി കാറുകളിൽ വന്നിറങ്ങിയ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ അവിടെ നേരെ കയറി റെയ്ഡ് നടത്തുകയായിരുന്നു. ഇതിനെപ്പറ്റി നേരത്തെ പോലീസിന് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പിന്നെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന കാലത്ത് വി ഡി സതീശൻ അടക്കമുള്ള മിക്ക നേതാക്കളും ഉന്നയിച്ചിരുന്ന ആരോപണമാണ് ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 1.5 കോടി രൂപ മാസം ലഭിക്കാൻ വേണ്ടി എന്ത് സേവനമാണ് വീണ വിജയൻ ചെയ്തത് എന്നുള്ളത്. അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശന് പിണറായി വിജയനെ ന്യായീകരിക്കാൻ കഴിയുക? ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിച്ചതിന് ഒരു പ്രതികാര നടപടി എന്നോണം ഒരു റെയ്ഡ് ഉണ്ടായതല്ലായിരുന്നല്ലോ. ആയിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ പറഞ്ഞ എല്ലാ നേതാക്കളും പ്രതികരിക്കാൻ തയ്യാറായിനെ. കാരണം BJP-യുടെ ഒരു പ്രതികാര നടപടികൾ, അത്തരത്തിലുള്ള രീതികളോട് എതിർപ്പുള്ളവർ തന്നെയാണ്. ഈ പറഞ്ഞ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാ കാലത്തും അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കാറുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ പിണറായി വിജയൻ റെയ്ഡ് കഴിഞ്ഞ് ആദ്യം പുറത്തിറങ്ങിയിട്ട് ആദ്യം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇ ഡി റെയ്ഡിന് ഇരയായിട്ടുള്ള ഒരാളായിരുന്നു ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇതിൽ കോൺഗ്രസും BJP-യുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തള്ളിക്കളഞ്ഞൂടെ ഇപ്പോൾ ഇ ഡി റെയ്ഡുമായിട്ട്? ഇപ്പോൾ വി ഡി സതീശൻ വാ തുറന്ന് പറയാലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ ചോദിക്കൂ, ഞാൻ പറയാമെന്ന് പറയുന്ന വി ഡി സതീശൻ്റെ ധൈര്യം നമ്മൾ കണ്ടാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നില്ല. പക്ഷേ നമുക്കറിയാം, മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഇ ഡിയുടെ കാര്യങ്ങൾ അത്ര കണ്ട് ഇത് നല്ലതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നാളെ ഞങ്ങളുടെ മന്ത്രിസഭയിലേക്കും ഇത് കടന്നു വരാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട വിഷയം ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇ ഡിയെ അങ്ങോട്ട് ആക്ഷേപിക്കാനും വയ്യ, പക്ഷെ ഈ കാര്യത്തിൽ ഇ ഡി അനുകൂലിക്കാനും വയ്യ, ചൊറിഞ്ഞ് പണി മേടിക്കാനും വയ്യ. അതെ, അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിക്ക് അനുകൂലമാണ്. നാളെ ഇ ഡി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആർക്കെങ്കിലും എതിരെ ഇ ഡി തിരിഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ CPM-മാരെല്ലാം വലിയ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകും. അതേസമയം പിണറായി വിജയനെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാലോ അതും വലിയ രീതിയിൽ ആപത്തൂട്ടാക്കും. അപ്പോൾ രണ്ടിലും നല്ലത് ഞാൻ വാ തുറക്കാതിരിക്കുന്നതാണ് എന്നുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വി ഡി സതീശൻ എടുത്തു പോകുന്നത്. പക്ഷെ ഇതെല്ലാം റിലേറ്റീവ് ആണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ സംസാരിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ബിനീഷ് കോടിയേരിക്ക് ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. അന്ന് എപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എപ്പോഴാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്? പക്ഷെ ഇപ്പോൾ ബിനീഷ് കോടിയേരി നിരത്തിലിറങ്ങി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി കുടുംബമല്ലേ, എനിക്ക് എൻ്റെ കുടുംബം പോലെയല്ലേ പിണറായി സഖാവിന്റെ കുടുംബം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം റിലേറ്റീവ് ആണ്. ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാം, മറ്റൊരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകും, ഇതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒന്നാണല്ലോ. ഇന്നലെ ഉണ്ടായ സാഹചര്യമായിരിക്കില്ല നാളെ ഉണ്ടാവുക. അപ്പോൾ എനിക്കൊന്ന് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എടുത്തു ചാടി ഒരു വള്ളി പിടിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ചങ്കല്ല അദ്ദേഹം. ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് അപ്പോഴേ മറുപടി പറഞ്ഞേനെ. അപ്പോ ഇത് പിണറായി വിജയന്റെ വീട്ടിലെ കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേനെ. കൃത്യമായി ഇനി കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട എന്താണ് സാഹചര്യം അറിയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും. അനുകൂലിച്ച് പറഞ്ഞാലും പ്രതികൂലിച്ച് പറഞ്ഞാലും ആരെ അനുകൂലിച്ചാലും ആരെ പ്രതികൂലിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ എല്ലാവർക്കും അറിയേണ്ടത് വി ഡി സതീശൻ എന്ത് പറയാനുള്ളത്, എന്ത് വി ഡി സതീശൻ ചിരിക്കാത്തെ? ഇത്രയും നാള് കമന്റ് ബോക്സുകളിൽ കേരളത്തിന് എന്തെങ്കിലും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ കമന്റ് ബോക്സുകളിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ പറയുന്നത്
ഞങ്ങൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്നായിരുന്നു തമാശക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിലേറ്റീവ് ആണ് കാര്യങ്ങൾ. ഇന്നലത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഇന്ന് മുഖ്യമന്ത്രി ചിരിച്ചാൽ ചിലപ്പോൾ സഹാക്കന്മാർക്ക് സന്തോഷമാകുമായിരിക്കും. എന്ത് തന്നെയായാലും ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഈ എക്സാലോജിക് അഴിമതി കേസാണ്, അല്ലെങ്കിൽ ഈ മാസപ്പിടി കേസാണ്. ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുജനവും കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഇഡിയും നേരിട്ട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീണ വിജയൻ എന്ന് പറയുന്നത് പാർട്ടി ഇപ്പോൾ പിണറായി വിജയന്റെ മകളാണ്, 10 വർഷമായി മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ മകളാണ്. തൻ്റെ പേരിൽ അനധികൃതമായുള്ള വരുന്ന സ്വത്ത്, മറ്റ് കണക്കുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷനാണ് അവർക്ക് മുഖ്യമന്ത്രിയുമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക, ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുക എന്നുള്ളൊരു ബോധം ഉണ്ടാകുമല്ലോ. അത് എന്തുകൊണ്ടില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു രാവാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം രാഹുൽ മാങ്കൂട്ട് ഇന്നലെ കപ്പൊക്കെ ഇട്ട് ആഘോഷിക്കുന്നത്, എന്നിട്ട് മറ്റേ സ്പൈഡർ സിനിമയിലെ എച്ച് എ സൂര്യ പറയുന്ന പോലെ മറ്റേ ഈ സത്തം അതേപോലെ അത്തരത്തിൽ അപ്പൊ അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KM ഷാജി, അദ്ദേഹം വലിയ രീതിയിൽ സന്തോഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതേപോലെ ഒരു റെയ്ഡ് വന്നപ്പോൾ വലിയ രീതിയിൽ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആക്രമിച്ചാണ്. അതേപോലെ ഒരുപാട് പേര് പിണറായി വിജയൻ ആരെയൊക്കെ നോട്ടമിട്ട് ആക്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒന്നിച്ചിരുന്ന് ഇന്നലെ തൊട്ട് സന്തോഷിക്കുകയാണ്, പോസ്റ്റ് ഇട്ട് കളിക്കുകയാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് വന്നതുമായി ബന്ധപ്പെട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ SFI DYFI നേതാക്കളും അതുപോലെ തന്നെ A റഹീമിനെ പോലെ തീപ്പൊരി നേതാക്കളും അവരുടെ പ്രൊഫൈലുകൾ മോടി പിടിപ്പിക്കാനുള്ള ഫോട്ടോകൾ ഇടുന്നു, പേടിച്ചു പോയെന്ന് പറഞ്ഞേര്. അല്ല, ഇതിൽ ഇന്നലെ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസുകാർ വന്നിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ട് ബാബാ കയറിക്കോ, വണ്ടിയിലോട്ട് കയറിയോ. ഞാനിതിലൊന്നും ഇല്ല, ഞാൻ SFI കാരനെ അല്ല, നിങ്ങൾ SFI കാരൻ പിടിക്കും, എന്നെ എന്തിനാ പിടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്തോ ആണ്. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. വളരെ തമാശയായിട്ടാണ്, സർക്കാസ്റ്റിക് ആയിട്ടുള്ള പല മൊമെന്റുകളും അതിനകത്ത് ഉണ്ടായിരുന്നു. മുട്ട വാങ്ങിക്കാൻ പോകുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും മുട്ട വാങ്ങിക്കാൻ പോയവരൊക്കെ ഇനി മുട്ടയുമായിട്ട് തിഹാർ ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. കേസ് വാദിക്കാൻ തെളിവുകളുണ്ട്. നിങ്ങൾ എറിഞ്ഞത് ഇഷ്ടികയാണോ, കല്ലാണോ, വടിയാണോ, എല്ലാത്തിന്റെയും മാധ്യമങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തൊരു ദിവസമായിരുന്നു അല്ലെ. കാരണം എലക്ഷൻ എല്ലാം കഴിഞ്ഞു, ഒരു ന്യൂസും വാർത്തയും ഒന്നും ഇല്ലാതിരുന്നൊരു ദിവസങ്ങളായിരുന്നു പൊക്കൊണ്ടിരുന്നത്. പെട്ടെന്നായിരുന്നു ഇവർക്കെല്ലാം ഒരു വാർത്ത കിട്ടുന്നു. പിന്നീട് കടന്നൊരാക്രമണമായിരുന്നു. എല്ലാം കൃത്യമായിട്ട് വിഷ്വല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിൽ ആര് കല്ലെറിയുന്നു, ആരുടെ കയ്യിൽ കല്ലിരിക്കുന്നു. ശരിക്കും മീഡിയക്ക് ഇപ്പോൾ കൃത്യമായ ബോധ്യമുണ്ടെന്ന്. നവകേരള യാത്രയുടെ സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവം ഉണ്ടല്ലോ, അന്ന് മുതൽ ഈ തെളിവിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പൊതുജനത്തിന് പോലും അറിയാം. മാധ്യമങ്ങൾക്ക് നേരത്തെ അറിയാം, പൊതുജനത്തിന് പോലും അറിയാം. അതിനുശേഷം നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ കഴുത്തൊടിയുന്ന വിവാദത്തിലാണെങ്കിലും ഇത്തരം വീഡിയോകൾക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്ത് ഒരാളെ പോലും വിടാതെ ചേട്ടനുണ്ട്, കല്ലെടുത്ത് അടിക്കാൻ വന്ന ചേട്ടന്മാരുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വല്ല കവലയിലും പ്രസംഗിച്ച കൊച്ചു പിള്ളേര് വരും. അല്ല, ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാരൊന്നും ഇത്രയും വലിയ സംഘർഷം പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ ഇടയിലേക്ക് ഒരു ബാച്ച് DYFIക്കാരും ഒരു ബാച്ച് SFIക്കാരും കൂടെ വന്നതിന് ശേഷമാണ് അത് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്ന ഒരു രീതി വന്നത്. പിന്നീട് അത് ആക്രമിച്ച് ഇല്ലാതാക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ DYFIക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. DYFIക്കാരും SFIക്കാരും എല്ലാം കൂടെ പാർട്ടി ഓഫീസ് കയറി ഒളിക്കുന്നു, ഞങ്ങൾ വിട്ടുതരില്ല. അങ്ങനെ വലിയ നാടകീയ രംഗങ്ങളായിരുന്നു. വിട്ടുതരില്ല എന്ന് പറഞ്ഞു, പക്ഷെ അല്ല, അതങ്ങനെയാണല്ലോ. ഇപ്പോ നമുക്കറിയാം, പ്രതിഷേധവും ഗുണ്ടായുസും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ആ പോലീസ് DGP പറഞ്ഞ കണക്ക് എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ ആർക്കും ആക്രമിക്കാനുള്ള ഒരു അവകാശവുമില്ല. അപ്പോൾ അവിടെ നടന്നത് തീർത്തും ആക്രമണം തന്നെയാണ്, വലിയ ഗുണ്ടായുസമാണ് നടന്നത്. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്ത SFIക്കാർ അന്ന് ചെയ്തതിന് അവർക്ക് പിന്നീട് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളികളുണ്ട്. അപ്പം ഇതും അതേപോലെ ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ SFIക്കാരൊക്കെ CPM നേതൃത്വം നേരെ ചൊവ്വയെ നിർത്തിയില്ലെങ്കിൽ എത്ര പേരുടെ ഭാവിയായിരിക്കും. ഇവർ തന്നെയാണ് ഈ അഴിച്ചുവിടുന്നത്. ഇപ്പോ VD സതീശൻ മുഖ്യമന്ത്രി അതിനുശേഷം
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ട പോസ്റ്റിലെ അവസാന വരി എങ്ങനെയാണ്? ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾക്കും ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഇരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ അങ്ങനെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇതല്ല ക്രിയാത്മക പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ കുട്ടികളെ വിട്ട് ഈ പറഞ്ഞ പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുകാരെ മർദ്ദിക്കുക, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, അതുപോലെ തന്നെ പൊതുജനങ്ങളെ ശല്യപ്പെടുത്തുക, ഇതൊന്നും അല്ല പ്രതിഷേധം. എല്ലാവരും കവലകളിൽ നിന്ന് ഞങ്ങൾ അക്രമ രാഷ്ട്രീയം നടത്തുന്നവരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് തന്നാൽ ഞങ്ങൾ 10 തിരിച്ചു തരും എന്ന് പറയുന്നത് വലിയ ഹീറോയിസം ആണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവരെല്ലാം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ മുഖം മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടി സഖാക്കന്മാരായിരിക്കും.